ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഡയമണ്ട് കട്ട് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കുറേ ആൾക്കാർക്ക് ഇതൊരു നൊസ്റ്റാൾജിക് ആയിരിക്കും, നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ. അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ആട്ടപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മൈദയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ആട്ടപ്പൊടിക്ക് പകരം 1 കപ്പ് മൈദ എടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് സാധാ നോർമൽ വെള്ളം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ഡോ ആവരുത്, എന്നാലും നല്ല ഹാർഡായിട്ടുള്ള ഡോയും ആവരുത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം ഏറുന്ന ഒരു പ്രശ്നം വരില്ലല്ലോ. ഇപ്പോൾ വെള്ളം ഏറിയ വിചാരിച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മെഷർമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ എന്താ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും അല്ല എന്നാലും ഹാർഡും അല്ല, ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മളെ പൂരിയൊക്കെ ഉണ്ടാവില്ല, പൂരിയൊക്കെ നമ്മൾ കുഴച്ചെടുക്കൂലേ, ആ ഒരു സോഫ്റ്റിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്നാൽ ചപ്പാത്തിൻ്റെ അത്ര സോഫ്റ്റ് ആവുകയും വേണ്ട. ഇനി നമുക്കിതിനെ പാത്രം അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്കതൊന്ന് റെസ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ഈ മാവുണ്ടല്ലോ, അതിൽ നിന്നൊരു ചെറിയ ഭാഗം എടുത്തിട്ട് നമുക്ക് കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തൂല അതുപോലെ എത്രത്തോളം നമുക്ക് കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കനം കുറച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഒന്ന് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് പിസ്സ കട്ടർ ഉപയോഗിച്ചും കട്ട് ചെയ്യാം, നമ്മളെ കത്തി ഉപയോഗിച്ചും കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെതാ ഞാനിവിടെ എല്ലതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് സെൻട്രലിലെ പീസൊക്കെ നമുക്ക് ഈ ഒരു ഡയമണ്ട് ഷേപ്പിൽ കിട്ടും. സൈഡൊന്നും നമുക്ക് അങ്ങനെ കിട്ടുമൊന്നുമില്ല കേട്ടോ. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, അത് ഫ്രൈ ആയി വരുമ്പോൾ അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതെല്ലാതും ഇങ്ങനെ കട്ട് ചെയ്ത് പരത്തി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ ആ ഫുള്ള് മാവ് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ നമുക്കിങ്ങനെ ഡയമണ്ട് കട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഡയമണ്ട് അല്ലാതെ കിട്ടും കേട്ടോ. അത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാത്തിനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് മീഡിയം ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണ ഒരു മീഡിയം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീയും അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡയമണ്ട് കട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇത് പൊരിച്ചെടുക്കാനൊന്നും പണിയില്ല, ഇത് നമുക്കിങ്ങനെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് കുറച്ച് പണിയുള്ളത്.
റെഡിയായി കിട്ടും. ഇതുണ്ടോ, നമ്മളിപ്പോൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, എന്നാലും ഇത് നല്ലോണം പൊള്ളച്ചിട്ട് വരും കേട്ടോ. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഇതിങ്ങനെ പൊരിച്ചെടുത്ത പാടന്നെ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഷുഗർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചൂടോട് കൂടെ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോഴാണ് ആ പഞ്ചസാര ശരിക്കൈമ പിടിക്കുള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ ഷുഗർ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 1/4 കപ്പ് ഷുഗർ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, 1/2 കപ്പോളം ഷുഗർ പൊടിച്ചാൽ കേട്ടോ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പുമാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പണ്ടൊക്കെ കഴിച്ചിരുന്നവർക്ക് അറിയാണ്ടാവുമായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ കഴിച്ചാൽ നിർത്താതെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് തണുത്താൽ നല്ലൊരു ഗ്ലാസിൻ്റെ നല്ലൊരു ബോട്ടിലിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവരും പറ്റുകയാണെങ്കിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കൂടുതൽ പേർക്ക് അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും, പുതുമൊന്നും ഉണ്ടാവില്ല. എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാനിത് 2-3 പ്രാവശ്യം വീട്ടിലുണ്ടാക്കിയ സമയത്ത് ഇതിൽ നമ്മുടെ കരിഞ്ജീരകം ഉണ്ടല്ലോ, അപ്പം മാവ് കുഴക്കുന്ന സമയത്ത് ഒരു 2 നുള്ളു കരിഞ്ജീരകം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊന്ന് ചേർത്ത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു ആ ഒരു കരിഞ്ജീരകം കൂടെ നമ്മൾ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ വീട്ടിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് 2-3-4 ഐറ്റംസ് ഒരുമിച്ച് റെഡിയാക്കുക. അപ്പം നമുക്ക് ഓയിലും തന്നെ വല്ലാണ്ട് വേസ്റ്റ് ആവില്ലല്ലോ. പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളതല്ല, അപ്പോൾ അവർക്കിങ്ങനെ ഇടയ്ക്ക് നടന്ന് തിന്നാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗ്സും അതുപോലെ റെസിപ്പീസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.